അത് നിയമാനുസൃതം ചെയ്യുന്ന ഒരു പകപോക്കലാണെങ്കിൽ അത് പകപോക്കൽ എന്ന് പറയാൻ പറ്റില്ല. അതൊരു നിയമാനുസൃതമായ ഒരു നടപടി മാത്രം. കേരളത്തിൽ തന്നെ 81ഓളം സാധാരണ കോൺസ്റ്റബിൾസ് അതെല്ലാം സംഭവിച്ചത് എന്തുകൊണ്ടാണ്? മേലധികാരികൾ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കുതിര കയറാൻ പോയതുകൊണ്ടാണ്. അവരുടെ അല്ലാത്ത തെറ്റ് അവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കുകയും അവരെ ദ്രോഹിക്കുകയും ചെയ്തപ്പോൾ, അവരുടെ കുടുംബജീവിതം തകർക്കുകയും ചെയ്തപ്പോൾ അവർക്ക് ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ലാതെ വന്നു. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണം നേടുന്ന ഒരു വകുപ്പ്. അത് ഏത് ഗവൺമെൻറ് വന്നാലും അതിലൊരു മാറ്റവുമില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അധികാരത്തിൽ വരുമ്പോൾ മറക്കുന്ന ശീലം എനിക്കോ പാർട്ടിക്കോ ഇല്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷം പറയാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് മാറ്റം വരാത്ത പല കാര്യങ്ങളും 2 മാസം കൊണ്ട് മാറണമെന്ന് ഉദ്ദേശത്തോടു കൂടി സർക്കാർ ജീവനക്കാർ പല ആളുകൾ അല്ലെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യമുള്ള ആളുകൾ സമരം ചെയ്യുന്നു. അത്തരക്കാരെ എല്ലാവരെയും അല്ലെങ്കിലും അത്തരം പല ആളുകളെയും സ്ഥലം മാറ്റും. നിങ്ങളെ മനഃപൂർവ്വമായി ബുദ്ധിമുട്ടിക്കാനല്ല, ഭരണ സംവിധാനം നന്നായി മുന്നോട്ട് പോകാൻ സ്ഥലം മാറ്റുമെന്ന് പറയുന്നു. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗുണമാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ UDF സർക്കാർ വരുമ്പോൾ LDF സർക്കാരിനോട് താല്പര്യമുള്ളവർ കാര്യങ്ങൾ നീക്കുപോക്കാകാതിരുന്നാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന കാര്യം ശരിയല്ലേ? അങ്ങനെ ഒരു സ്ഥലം മാറ്റം അനിവാര്യമല്ലേ? സ്ഥലം മാറ്റമാകാം, പക്ഷേ അത് നിയമാനുസൃതമല്ലെങ്കിൽ സംഘടനകൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് കോടതിയെ സമീപിക്കാം. അംഗീകൃത വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ട് ഒന്നിൻ്റെ പേരിലും ഒരു സർക്കാരിനും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റാൻ പറ്റില്ല. സ്ഥലം മാറ്റിയേക്കാം, പക്ഷേ ആ സ്ഥലം മാറ്റം റദ്ദ് ചെയ്യപ്പെടും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഗസറ്റഡ് ഓഫീസർ പോലീസ് അസോസിയേഷൻ്റെ പെട്ടവരെ സ്ഥലം മാറ്റി, ഡിസോൾവ് ചെയ്തു, ആ സംഘടന പിരിച്ചുവിട്ടു. പക്ഷേ ആ സംഘടന എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നു എന്ന് പരിശോധിക്കാതെ ചെയ്തൊരു അബദ്ധ നടപടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതൊരു പക്ഷേ ഒരു അബദ്ധം പറ്റിയതാകാം. ഇനിയിപ്പോൾ അത് തിരുത്തണമെങ്കിൽ ആ പഴയ ജഗത്തിൽ അവരെ കൊണ്ടുവരണം. പക്ഷെ ഭാവിയിലെങ്കിലും സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം, നിയമാനുസൃതമായ വ്യവസ്ഥകളുള്ളപ്പോൾ ആ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഒരു വ്യക്തിയെയോ ഒരു സംഘടനയെയോ പ്രോത്സാഹിപ്പിക്കാനോ നിരുത്സാഹപ്പെടുത്താനോ സർക്കാരിന് കഴിയില്ല. ആ രീതിക്കായിരിക്കണം കാര്യങ്ങൾ പോകുന്നത്. അത് എനിക്ക് തോന്നുന്നത് സതീശൻ അങ്ങനെ അറിഞ്ഞുകൊണ്ടങ്ങനെ അതൊന്നും ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നില്ല. കാരണം നിയമകാര്യങ്ങൾ നല്ലപോലെ ബോധ്യമുള്ള, നിയമവ്യവസ്ഥ പരമാവധി പാലിച്ചുകൊണ്ട് നടപടികൾ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്ന സതീശൻ. ആ നിലയ്ക്ക് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിയായ സതീശനും ആ പഴയ ഒരു നിയമവാഴ്ചയ്ക്ക് വിരുദ്ധമായിട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് ഒരുപാട് പേരുകൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. എന്താണ്, ഈ സഭയിൽ പോലും ഈ കപ്പൽ ഉലയുകയില്ല, ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ടെന്ന് പറയുന്നു, കാരണഭൂതനാണ് എന്ന് പറഞ്ഞ് നൃത്തം ചെയ്യുന്ന അല്ലെങ്കിൽ പരിപാടികൾ കാരണഭൂതനാണ് എന്ന് പറഞ്ഞ് തിരുവാതിര കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കാരണഭൂതൻ അല്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അന്ന് കാരണഭൂതന് വേണ്ടി സംസാരിച്ചവർക്കൊക്കെ പണി കിട്ടുമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതൊരു രാഷ്ട്രീയ പകപോക്കലായി കണക്കാക്കേണ്ടി വരില്ല അങ്ങനെയാണെങ്കിൽ? അത് നിയമാനുസൃതം ചെയ്യുന്ന ഒരു പകപോക്കലാണെങ്കിൽ അത് പകപോക്കൽ എന്ന് പറയാൻ പറ്റില്ല. അതൊരു നിയമാനുസൃതമായ ഒരു നടപടി മാത്രം. ഈ പകപോക്കൽ എന്നുള്ള ഒരു വാക്ക് ഈ സാധാരണ നടത്തുന്ന സ്ഥലമാറ്റങ്ങളെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വാക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് രാഷ്ട്രീയമായിട്ട് ഒരാളെ വിമർശിക്കുന്നതിനും ഒറ്റപ്പെടുത്തുന്നതിനും ഉപയോഗിക്കുന്നൊരു വാക്കാണ്. അതിപ്പോൾ ആരുപയോഗിച്ചാലും ശരിയല്ല. അതിപ്പോൾ ഭരണകക്ഷി ഉപയോഗിച്ചാലും പ്രതിപക്ഷം ഉപയോഗിച്ചാലും ആ പകപോക്കൽ എന്നുള്ളൊരു വാക്കിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം നിയമവിരുദ്ധമായി ചെയ്യുന്ന ഏതും വേണമെങ്കിൽ പകപോക്കലായിട്ട് വ്യാഖ്യാനിക്കപ്പെടാം. പക്ഷെ നിയമാനുസൃതം ചെയ്യുന്നതിനെ പകപോക്കലുമായിട്ട് താരതമ്യപ്പെടുത്താൻ കഴിയില്ല, ഉപയോഗിക്കാൻ കഴിയില്ല. പോലീസ് സേന മെച്ചപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ പോലീസിൽ പഴയ പോലെ ഒരു വിശ്വാസത്തിലേക്ക് എത്തണമെങ്കിൽ സേനയിൽ വലിയ രീതിയിലുള്ള അഴിച്ചുപണികൾ വേണം. LDF അനുകൂലികൾ മാറണമെന്ന് സാറ് തന്നെ പറഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ മറുവശത്ത് സർക്കാർ ജീവനക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരിലും അത്തരമൊരു മാറ്റങ്ങൾ വേണ്ട. LDFന് അനുകൂലമായി നിൽക്കുന്നവർ ഭരണ സംവിധാനത്തെ മൊത്തത്തിൽ അവതാളത്തിലാക്കില്ലേ? പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞ ആ ഒരു കോണ്ടെക്സ്റ്റിലല്ല.
ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതലകൾ നിഷ്പക്ഷമായി ചെയ്യാൻ വിസമ്മതിച്ചവരോ അതിൽ പരാജയപ്പെട്ട ആളുകളെ നിയമത്തിൻ്റെ പ്രശ്നമാണ് അവിടെ. പോലീസ് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ബാധ്യസ്ഥമായ ഒരു സംഘമാണ്. അവർ വഴിവിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമം നോക്കാതെ തന്നെ അവരുടെ പേര് നടപടി എടുക്കണം, സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള നടപടികൾ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? 81ഓളം കോൺസ്റ്റബിൾസ് ആത്മഹത്യ ചെയ്തതെന്നാണ് ഒരു ക്രൈം ഡിറ്റാച്ച്മെൻറ്റ് സ്റ്റോറി ക്രൈം ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ തന്നെ 81ഓളം സാധാരണ കോൺസ്റ്റബിൾസ്. അതെല്ലാം സംഭവിച്ചത് എന്തുകൊണ്ടാണ്? മേലധികാരികൾ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കുതിര കയറാൻ പോയതുകൊണ്ടാണ്. അവരുടെ അല്ലാത്ത തെറ്റ് അവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കുകയും അവരെ ദ്രോഹിക്കുകയും ചെയ്തപ്പോൾ, അവരുടെ കുടുംബജീവിതം തകർക്കുകയും ചെയ്തപ്പോൾ അവർക്ക് ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ലാതെ വന്നു. അതിനെക്കുറിച്ചൊന്നും ഇപ്പം ആരും പരാമർശിക്കുന്ന പോലുമില്ല. ആ തരത്തിലുള്ള സ്ഥലമാറ്റങ്ങളോ ദ്രോഹങ്ങളോ ഒരു സർക്കാരിനും ഭൂഷണമല്ല. അതാണ് പോലീസിനെ സംബന്ധിച്ച്. ഇത് തന്നെയാണ് സർക്കാർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണം നേടുന്ന ഒരു വകുപ്പ്. അത് ഏത് ഗവൺമെൻറ് വന്നാലും അതിലൊരു മാറ്റവുമില്ല. കാരണം അവിടെയാണ് ഈ പറഞ്ഞ മാഫിയകൾ മുഴുവൻ അഴിഞ്ഞാടുന്നത്. ആ മാഫിയകളുടെ അഴിഞ്ഞാട്ടത്തിന് അനുകൂലമായോ പ്രതികൂലമായോ നിൽക്കാത്തവർക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന് വഴിവിട്ട് പ്രൊമോട്ട് ഇപ്പോൾ ADGP ആയിരുന്ന അയാൾക്ക് പറ്റിയതെന്താ? കണ്ണൂർ അദ്ദേഹം ആത്മഹത്യ ചെയ്തെന്നോ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുന്നത് നമുക്കറിയില്ല. ഏതായിരുന്നാലും അദ്ദേഹം നിഷ്പക്ഷമായി സത്യസന്ധമായും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് ആ മനുഷ്യന് ആയുസ് പൂർത്തിയാക്കാൻ കഴിയാതെ വന്നത്. അപ്പോൾ അതേപോലെ നിഷ്പക്ഷമായി നിൽക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് ഏത് ഗവൺമെൻറ് ആയാലും പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കണം. അവരെ തരംമാറ്റാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അല്ലെങ്കിൽ അവർക്ക് പരമാവധി സഹായിക്കുന്ന രീതിയിൽ അവരെ പ്രൊമോഷന് പരിഗണിക്കണം. അത് പോലീസിൻ്റെ കാര്യത്തിനും ബാധകമാണ്. ഏത് സർക്കാർ ജീവനക്കാരനും ആ ആനുകൂല്യം കിട്ടണം. അല്ലെങ്കിൽ പിന്നെ ഒരു സർക്കാർ ജീവനക്കാരനും സ്വകാര്യ ജീവനക്കാരനും വ്യത്യാസം എന്താ? സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്നവന് സീനിയോറിറ്റി നോക്കിയിട്ടല്ല അവർ പ്രൊമോഷൻ കൊടുക്കുന്നത്, എഫിഷ്യൻസി നോക്കിയിട്ടാണ്. ഇവിടെ എഫിഷ്യൻസിയും ഒരു ഫാക്ടറായി കണക്കാക്കണം. അതിനാണല്ലോ കോൺഫിഡൻസ് റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾക്കൊക്കെ ഈ പ്രൊമോഷൻ കിട്ടുന്നത് പലപ്പോഴും കോൺഫിഡൻസ് റിപ്പോർട്ടിനെ ബേസ് ചെയ്താണ്. ഒരു അധ്യാപന ലെക്ചറർ സ്ഥാനത്ത് നിന്ന് പ്രൊഫസർ സ്ഥാനത്തേക്കോ അസോസിയേറ്റ് പ്രൊഫസർ സ്ഥാനത്തേക്കോ പ്രൊമോഷൻ കിട്ടണമെങ്കിൽ അയാളുടെ സീനിയോറിറ്റി മാത്രമല്ല പരിഗണിക്കുക. UGC ഇംപ്ലിമെൻ്റ് ചെയ്തതിന് ശേഷം അയാൾ അധ്യാപകൻ എന്ന നിലയിൽ ആ ടീച്ചിങ്ങിനോട് എക്സ്ട്രാ കമ്മിറ്റ്മെൻറ്റോടുകൂടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പണിയെടുത്തു എന്നുകൂടെ പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ രീതിക്കുള്ള ഒരു സംവിധാനം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരുടെ പേരിലും ബാധകമാക്കണം. വെറും റൂൾ മാത്രം നോക്കിയാൽ പോരാ, വെറും സീനിയോറിറ്റി നോക്കിയാൽ പോരാ. അവിടെ വെദർ ദേ ആർ സൂട്ടബിൾ ഫോർ ദ ജോബ് അസൈൻ ടു ദം, അത് പ്രത്യേകം പരിഗണിച്ചാൽ മാത്രമേ ജനങ്ങൾക്കിടയിൽ ഭരണ വ്യവസ്ഥയെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുള്ളൂ, വിശ്വാസ്യതയുണ്ടാവുള്ളൂ. പോലീസിന് ഇതിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടപ്പോൾ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് ഇവിടെ ചില പോലീസ് സ്റ്റേഷനുകൾ നടന്ന അതിക്രമങ്ങളെക്കുറിച്ചും ഞാൻ പറയാൻ ആളല്ല. ആ TV വരെ വന്നതാണ്. പലരുടെയും സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുന്ന നിരവധി ടോപ്പ് പോലീസ് ഓഫീഷ്യൽസുണ്ട്, റൗഡികളെ സംരക്ഷിക്കുന്നവരുമുണ്ട്. അവരെങ്ങനെ ജനമൈത്രി പോലീസായി കണക്കാക്കാൻ പറ്റുക? അത് തന്നെയാണ് ഈ ജനമൈത്രി എന്ന് പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമല്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ബാധകമാണ്. ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ, എനിക്കറിയാവുന്ന ഇവിടെ യൂണിയൻ ബാങ്കിലുള്ളപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ബാങ്ക് മാനേജറായിട്ട് വന്നു. അയാൾ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ച് വന്ന ആളാണ്. പലപ്പോഴും ചെല്ലുമ്പോൾ മാനേജരെ കണ്ണാടി കൂട്ടി കാണില്ല. നോക്കുമ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഒരു ക്ലാർക്ക് ലീവാണെങ്കിൽ അവിടെ പോയിരിക്കുന്നുണ്ടാവും. അങ്ങനെ പണി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ കൊടുക്കണം. അത് ബാങ്കിങ് മേഖലയിൽ അതുകൊണ്ട് അതേ മാനദണ്ഡം തന്നെ മറ്റെല്ലാ സേവന മേഖലകളിലും നടപ്പാക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ഭരണ വ്യവസ്ഥ ഉടനെ വരും.